ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. യാതൊരു സമയമെൻ അന്ധതയതു മൂലം പാതയറിയാതെ ഞാനലയുമ്പോൾ തക്ക സമയമെല്ലാം മുട്ടും പ്രയാസവും തൻ മക്കൾക്കു തീർത്തു കൊടുത്തിടുന്നോരൻ യേശു സന്നിധി മമ ഭാഗ്യം. യേശു സന്നിധി മമ ഭാഗ്യം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 29 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും ചിന്തിച്ച് അതിൽ നിന്നും അല്പമായുള്ള ആലോചന നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്നും അല്പകാര്യങ്ങൾ ചിന്തിക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ 21 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുന്നു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും. അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്കേവർക്കും പകരം ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ 20-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുയത്തൈര സഭ അനുവദിച്ചു വരുന്ന ഒരു വലിയ കുറ്റം കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇന്ന് ആ തെറ്റ് ചെയ്തവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം കർത്താവ് കൊടുക്കുന്നു. എന്നാൽ ആ കർത്താവ് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും അതിനെ അവഗണിച്ച് കളയുന്ന ഒരു ഭയാനകമായ അവസ്ഥയാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പഴയ നിയമത്തിൽ നിന്നും ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ എന്ന സ്ത്രീയെക്കുറിച്ചും അവളുടെ ദുഷ്ടതയെക്കുറിച്ചും നാം ചിന്തിക്കുകയുണ്ടായി. ഇവിടെയും ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ ദുഷ്ടതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ചില വേദപണ്ഡിതാക്കളുടെ അഭിപ്രായമനുസരിച്ച് സഭയിൽ ഒരു സ്ത്രീ നായകത്വം ഉടലെടുത്ത് വരികയും സഭയ്ക്ക് അത് ദോഷമായി തീരുകയും ചെയ്തു എന്നാണ് ചില അഭിപ്രായങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ വേദഭാഗത്ത് ആ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊരു ഭയാനകമായ അവസ്ഥയാണ്. ഏതു കാലത്തും ദൈവസഭകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ അവസ്ഥയാണ് ഇവിടെയും നാം വായിച്ച വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് അവൾക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുത്തു എന്നുള്ളത് 21-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ അവസരത്തെ അവൾ അവഗണിച്ചു കളഞ്ഞു. അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് അത് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ ദയയാണ് അത് കാണിക്കുന്നത്. കാരണം ഇത്ര വലിയ കൊടിയ പാപം ചെയ്തിട്ടും ദൈവം അവൾക്ക് അവിടെ അവസരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ബന്ധത്തിലും
പാപത്തിൽ തുടർന്നു പോകാതെ, പാപത്തിൽ തുടർന്ന് ജീവിക്കാതെ ദൈവം തരുന്ന അവസരങ്ങൾ അത് ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ എന്നോടുള്ള ദീർഘക്ഷമയാണെന്നുള്ളത് മനസ്സിലാക്കി നാം മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നു. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്: നിങ്ങളുടെ അനുതാപമില്ലാത്ത ഹൃദയത്താലും ഹൃദയകാഠിന്യത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി അത് അവഗണിച്ചു കളയുകയാണോ എന്നുള്ളതാണ് ആ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിലും ദൈവം അവസരങ്ങളെ തരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ ആണ് എന്നുള്ളത് മനസ്സിലാക്കി നാം അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പാപപ്രവൃത്തികൾ സഭ അനുവദിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള പ്രവൃത്തികളെ ഓർത്ത് സഭ ദുഃഖിക്കുന്നില്ലെങ്കിൽ, അതിനോട് അത് നിരസിക്കുന്നില്ലെങ്കിൽ, കർത്താവ് പറയുകയാണ്, നമ്മൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അഗ്നിയാലെക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള കർത്താവ് സഭാകാന്തൻ എന്നുള്ളതാണ് കർത്താവിനെക്കുറിച്ച് അവിടെ കാണുന്നത്. അപ്പോൾ അവൻ പാപം ചെയ്തവരെയും പാപത്തിന് കൂട്ടുനിൽക്കുകയും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെയും ഒരുപോലെ ശിക്ഷിക്കും, അവരുടെ തലമുറകളെയും ശിക്ഷിക്കും എന്നുള്ളതാണ് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരുടെ പാപത്തിൻ്റെ ഗൗരവം അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ വാക്യത്തിൽ ഞാൻ ഇപ്രകാരം ചെയ്യും എന്ന് 3 പ്രാവശ്യം കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ശിക്ഷയുടെ ഗൗരവം എത്ര വലുതാണ് എന്നുള്ളതാണ് ആ ആശയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ അവളെ കിടപ്പിലാക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ POC ബൈബിളിൽ ആ വാക്യം ഇങ്ങനെയാണ്: ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാപത്തിൻ്റെ ഫലമായ ശിക്ഷയാണ് രോഗിയായി തീരുക. എല്ലാ രോഗങ്ങളും ആ പാപത്തിൻ്റെ ഫലമായിട്ട് ആണ് എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ പാപത്തിൻ്റെ ഫലമായ രോഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് മരണം വരെ ആയിരിക്കും എന്നുള്ളതും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയാനകമായ ആ ശിക്ഷ അതിൽ നിന്നും നാം മനസ്സിലാക്കി മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അവസരം തരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദയ എന്ന് മനസ്സിലാക്കി നാം മടങ്ങി വന്നില്ലെങ്കിൽ കർത്താവ് നമ്മെ ശിക്ഷിക്കും. അതാണ് ഈ ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ പറയുകയാണ്, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അവളെ മാത്രമല്ല തലമുറകളെയും ആ ശിക്ഷ ബാധിക്കുമെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. മൂന്നാമതായിട്ട് അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്കേവർക്കും പകരം ചെയ്യും. ആൻഡ് ഐ വിൽ ഡു, ഞാൻ ഇപ്രകാരം ചെയ്യും എന്നുള്ളത് ആണ് നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഏത് കാലത്തുമുള്ള ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവസരം തരുമ്പോൾ ഹൃദയത്തെ കഠിനമാക്കാതെ ദൈവത്തെ ഭയപ്പെടുക, മടങ്ങി വരിക, ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എക്കാലത്തുമുള്ള ദൈവജനത്തിന് ഇന്നും ഒരു ഭയനിർദ്ദേശമായിട്ട്
ഈ ദൈവത്തിൻ്റെ വചനം ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നാം ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിനായിട്ട് ജീവിക്കുവാൻ, പാപത്തോട് വിട പറയുവാൻ, നമുക്കൊരു മടങ്ങിവരവുണ്ടാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് അവസരങ്ങൾ നൽകിത്തരും. നമ്മളത് ആ അവസരം ലഭിക്കുമ്പോൾ ദൈവം തരുന്ന അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മടങ്ങി വന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് ജീവിപ്പാൻ ഇടയാകട്ടെ. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.